കഴിഞ്ഞ ദിവസേ ഒരു ചാനൽ ഇതിപ്പോ അധികം ആയില്ല ഇവര് തുടങ്ങിയിട്ടെന്ന് തോന്നുന്നു. കണ്ണ് മുഖത്തല്ല വേറെ എവിടെയെങ്കിലും കുറച്ചുകൂടെ എളുപ്പമായിരുന്നല്ലേ. ഇപ്പൊ കയ്യിലായിരുന്നു നമുക്ക് തുറന്നായിരുന്നു ഇങ്ങനെ നോക്കിയത് മലയിലപ്പുറമൊക്കെ തന്നെ നമുക്ക് ഇങ്ങനെ നോക്കായിരുന്നു. കണ്ണ് മുഖത്താണ് നമുക്ക് എത്തി വരിഞ്ഞൊക്കെ നോക്കേണ്ടി ഒരു മോശം ഡിസൈൻ ഇവരുടെ ചാനൽ ഒരു സൂപ്പർ ഹീറോ എന്ന് പറഞ്ഞൊരു ചാനലാണേ. രസാ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പൊ നമ്മൾ എവിടെയാണ് ഇത് കാണുന്നത്? കാണുന്നത് തലച്ചോറ്. തലച്ചോറ് തലേ തന്നെ പക്ഷെ തലച്ചോറ് തല കാണുന്ന തലച്ചോറെന്ന് പറയും. കൈയാണ് തലച്ചോറ്. കണ്ണ് കൈ വരുന്ന വേറെ പ്രശ്നം. കയ്യിലാതെ കൈച്ചോറെന്ന് പറയുമെന്ന്. കൈകുത്തി വീണു, കണ്ണ് കുത്തി വീണു. കയ്യിലൊക്കെ കണ്ണാർന്നെങ്കിൽ എന്ത് ചെയ്യുമെന്നുള്ളൊരു ചിന്തയിലാണ്. ഞാനും ഇത് വളരെയധികം ചിന്തിച്ചിട്ടുണ്ട്. മാത്രമല്ല ചെറുതൊക്കെ അടിക്കുന്ന നമ്മുടെ കണ്ണു നമ്മുടെ മുഖത്ത് അടിക്കുന്നവരായിരുന്നു. പിന്നെ അത് ഇവര് പറയുന്നത് ചെറുട്ടത്തടിക്കുന്ന കണ്ണ് കയ്യിലാണെങ്കിൽ എന്നുള്ള അവസ്ഥയിൽ എനിക്ക് ഏറ്റവും മോശം നല്ലൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് കുണ്ടി എഴുതുന്ന സമയത്ത്. അങ്ങനെയൊക്കെ നമ്മൾ ഈ കുണ്ടി എഴുതുമ്പോൾ കണ്ണ് പോയി അവിടെ ഇങ്ങനെ പക്ഷെ നോക്കാം, പക്ഷെ എന്നാലും അതൊരു ബുദ്ധിമുട്ടായിരിക്കും. കണ്ണിൽ തീട്ടം പറ്റുന്ന അവസ്ഥ എന്നൊക്കെ പറയുന്നത്. അങ്ങനെ എനിക്ക് അങ്ങനെയും കൂടെ ഒരു സജഷൻ ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഇതിനെപ്പറ്റി ഒരുപാട് ചിന്തിക്കുന്ന ആളാണ്. കണ്ണ് എങ്ങനെ കയ്യിലായിരുന്നെങ്കിൽ ഞാൻ പലപ്പോഴും ശരിക്കും എന്നെ കണ്ണല്ല ഞാൻ പലയിടത്തും വിചാരിച്ചിരുന്നത് കുണ്ണയാണ്. അതായത് കണ്ണിപ്പോൾ ഇവിടെയൊക്കെ ഇരിക്കുന്നത് ഓക്കെയാണ്, പക്ഷെ ഇത് നടുക്ക് കാലിനിടെ വെച്ചേക്കുന്ന ഒരു ഭംഗിയില്ലാത്ത പോലെ പലപ്പോഴും ഞങ്ങൾ കൂട്ടുകാരൊക്കെ ഒത്തിരി സംസാരിച്ചിട്ടുണ്ട്, ചർച്ചകൾ നടന്നിട്ടുണ്ട് ഇതിനെപ്പറ്റി. ഇപ്പോൾ പോട്ടെ, ഇപ്പൊ കണ്ണ് തന്നെ കയ്യാനാണെങ്കിൽ അറിയാമല്ലോ, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതിപ്പോ ഇങ്ങനെ ഒരേ കണ്ണൊക്കെ ഒരു പരിവാകും. പല കാര്യങ്ങളിൽ ഇടപെടുമ്പോഴും കണ്ണ് കയ്യിലുള്ളത് ബുദ്ധിമുട്ടാണ്. പക്ഷെ മറ്റേതൊന്നും ഓർത്ത് നോക്കി, നമ്മളിപ്പോൾ ഇവിടെയാണ് ലിംഗം ഇരിക്കുന്നത്, ഈ മൂത്രം ഒഴിക്കാൻ ഇങ്ങനെ ഒഴിച്ചാൽ മതിയല്ലോ എന്ന് ഞങ്ങൾ പലവട്ടം ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. വേറെ എവിടെയെല്ലാം കൊണ്ടുവെക്കാം, നെറ്റിക്കൊക്കെ വെച്ചാൽ ബുദ്ധിമുട്ടാണ്. കാരണം അതിങ്ങനെ തുള്ളി വീഴുക. പിന്നെ മാത്രമല്ല മനസ്സിലല്ലേ, ഇപ്പൊ ഇന്റർകോഴ്സിന്റെ സമയത്ത് പെണ്ണുങ്ങളെ നെറ്റിക്ക് ഇത് ആണുങ്ങളെ നെറ്റിക്കുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന അതൊരു സുഖമില്ലാത്ത ഏർപ്പാടാണ്. പക്ഷെ കയ്യിലൊക്കെ വെച്ചിട്ട് അത് പെണ്ണുങ്ങളൊക്കെ ഏത് ഭാഗത്തുകൊണ്ട് വെക്കാം, അപ്പൊ നമുക്ക് എളുപ്പമുണ്ട്. മനസ്സിലായോ? പിന്നെ ഇത് കവർ ചെയ്യണോ വേണ്ടെന്നുള്ള കയ്യിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ആർക്കും അങ്ങനെ വലിയ നാണൊന്നും കാണത്തില്ല. ഇങ്ങനെ മൂത്രം ഒഴിക്കാൻ തോന്നുമ്പോൾ എവിടെയെങ്കിലും വെച്ച് ഐസായിട്ട് വേണ്ടി ഇങ്ങനെയൊക്കെ ഒഴിച്ച് കളയാം. എല്ലാ രസത്തിന് വേണമെങ്കിൽ ഇങ്ങനെ കറക്കി അങ്ങനെ മൂത്രം ഒഴിക്കാമല്ലോ എന്നൊക്കെ ഞങ്ങൾ പറയുവാന്ന്. അപ്പൊ അതുപോലെ എല്ലാ ഭാഗങ്ങളും. പക്ഷെ കുണ്ടി അവിടെ തന്നെ ഇരിക്കുന്നതാണ് നല്ലത്. ഈ സംഭവം ഇങ്ങനെ ആയതുകൊണ്ടേ അതാകുമ്പോൾ നൈസായിട്ട് അതുകൂടി അങ്ങ് പൊക്കോളും. പക്ഷെ മറ്റേ സാധനത്തിന് രണ്ട് പ്രയോജനമാണല്ലോ, ഈ കണ്ണ് കുന്ന്. അപ്പോൾ ഈ സാധനം എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാൻ എളുപ്പമാണ്, പിന്നെ മാസ്ട്രേഷൻ ആണെങ്കിലും എളുപ്പമാണ്, നോക്കിയിരിക്കാം. വേറെ അങ്ങനെ പല പല എളുപ്പങ്ങളുണ്ട് എല്ലാ രീതിയിലും നോക്കി. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ പേജ് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെട്ടു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ചിന്തകൾ ഈ ആളുകൾ വളരെയധികം, പിന്നെ അവരുടെ ചാനലിൽ കയറി കഴിഞ്ഞാൽ വേറെ കുറേ സാധനങ്ങളുണ്ട്. വളരെ രസകരമായ ചിന്തകളിലൂടെ കടന്നു പോകുന്ന ഒരു കൂട്ടം യുവാക്കളാണ്. ഇപ്പൊ നമ്മളിങ്ങനെ ചിന്തിക്കുമെങ്കിലും ഇതുപോലത്തെ വീഡിയോ ഒന്നും ഞങ്ങൾക്ക് ഇടാൻ സാധിച്ചിട്ടില്ല. പക്ഷെ ഇത് കണ്ടപ്പോൾ ഞാനിങ്ങനെ ഓർക്കുവായിരുന്നു, പലതും നമുക്ക് ഓർമ്മ വരുന്നു ഭയങ്കര. പിന്നെ ഇവരുടെ വേറെ തന്നെ ഒരു സാധനം ഉണ്ടാകുന്നു, ഞണ്ടിനെ പറ്റി ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട്. ഫോളോ ചെയ്യാൻ മറന്നുപോയി. ഞണ്ടുകളെ പറ്റി ഒരെണ്ണമുണ്ട്, കുറെ സാധനം പറയുന്നുണ്ട്. അപ്പൊ ഇതൊരു നല്ലൊരു കണ്ടന്റ് ആണ്. ഡെമോക്രസി ഡൈഡോ, കണ്ണ് കയ്യിൽ. ഓക്കെ, അത് നമ്മൾ കണ്ടു. കുറെ ഉണ്ട് കേട്ടോ, ഒത്തിരി വീഡിയോ എടുക്കണം. ഞാൻ ആ രണ്ടെണ്ണേ കണ്ടുള്ളൂ. അപ്പൊ ഓരോ ഇതെല്ലാം ഇമാര് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഒത്തിരി ഉണ്ടോ, ഇതെല്ലാം കൂടി ഞാൻ എപ്പോൾ കണ്ടു തീർക്കും? ഇത് കൊള്ളാലോ, ഇത് ഒത്തിരി നാളായിട്ട് ചെയ്യുന്നുണ്ടോ? ഞാൻ ഇപ്പോഴാണ് ഇത് കണ്ടത്. പണ്ടാരം കുറെ കാണാനുണ്ടല്ലോ. അപ്പോ ഇവര് 3 പേര് ആ ഒരു സാധനമൊക്കെ തലയിലിട്ട്, അയ്യോ ശരിയാണ് ഇപ്പോഴാണ് കണ്ടത് കേട്ടോ. അയ്യോ ഒത്തിരി ഉണ്ട്. ഞാൻ നേരത്തെ ഒരെണ്ണം കണ്ടത് ഞണ്ടിനെ പറ്റിയൊക്കെ പറയുന്നു. അങ്ങനെ സ്മാൾ മലയാളി ഗൈസ് ഡിസ്കസിംഗ് ലൈഫ്സ് വിയർഡസ്റ്റ് ടോപ്പിക്സ് വിത്ത് സീറോ ലോജിക്. കൊള്ളാം. കുറെ ആൾക്കാർ ഇത് നമുക്കറിയാവുന്ന ഫോളോ ചെയ്തും വെച്ചിട്ടുണ്ട്. ഈ മീൻ ഞണ്ട് അതായത് ഞണ്ടുകള് ഈ വെള്ളത്തിനടിയിരിക്കുമ്പോൾ മീനുകൾ പറക്കുന്ന പോലെ ആയിരിക്കും അത് വിചാരിക്കുന്നതെന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ ആ പ്രശ്നത്തെ നമുക്ക് വളരെ ലോജിക്കലായിട്ട്, ഞാനത് കുറച്ചുകൂടി ലോജിക്കലായിട്ട് പറയുകയാണെങ്കിൽ എന്താ, ഞണ്ടുകൾ കരയിൽ കയറുമ്പോൾ അതങ്ങ് മാറും. ഞണ്ടുകൾ മാത്രമല്ല, ആമകൾക്കും ഇതേ പ്രശ്നങ്ങൾ ഉണ്ടാവാം വെള്ളത്തിനടിയിൽ പോയി കഴിയുമ്പോൾ. അവർ ഒരേ സമയം മാത്രമല്ല ഏതെങ്കിലും കാരണവശാൽ മലന്ന് വീഴുകയോ അല്ലെങ്കിൽ മലന്ന് നീന്തുകയോ ഒക്കെ ചെയ്യുന്ന അവസരത്തിൽ ഈ വെള്ളത്തിനടിയിൽ അങ്ങനെ വരുമ്പോൾ അതിന്റെ കാഴ്ച വളരെയധികം വ്യത്യസ്തമായിരിക്കും. മനസ്സിലാകുന്നത്. അതേസമയം കരയെ വന്നിട്ടാണ് നോക്കുന്നതെങ്കിൽ മീനുകൾ പറക്കുകയാണോ അല്ല മറക്കുകയല്ല, അത് വെള്ളത്തിനൂടെ നീന്തുകയാണ് ഇല്ലെങ്കിൽ അങ്ങനെ തോന്നാം. അപ്പോൾ പക്ഷികളെ വീണ്ടും അവർക്ക് വേറെ രീതിയിൽ തോന്നാം. അപ്പൊ ആ രീതിയിലൊക്കെ ചിന്തിക്കുമ്പോഴല്ലോ ശരിക്കും പറഞ്ഞാൽ വെള്ളത്തിനടിയിലുള്ള ഒരു ഞണ്ടും
കരയിലുള്ള ഒരു ഞണ്ടും അതുപോലെ തന്നെ ഈ ഞണ്ടിനെ നമ്മൾ പിടിച്ചുകൊണ്ട് പോയി ഒരു എന്താ പറയാ ഒരു എന്താ അക്വേറിയം പോലത്തെ ഇതിനകത്തേക്ക് ഇടുന്ന ഞണ്ടും തമ്മിലൊക്കെയുള്ള ഞണ്ട് അക്വേറിയത്തിലൊക്കെ വളരുമോ എന്ന് ചോദിച്ചാൽ വളരും. ഞാൻ ഞണ്ടിനെ വളർത്താൻ ശ്രമിച്ചിട്ടുണ്ട്, ചോറൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഞണ്ട് തിന്നുവാന്ന്. അപ്പൊ അങ്ങനെയുള്ള ഞണ്ടും തമ്മിലുള്ള വ്യത്യാസം, ഇപ്പൊ പൊട്ടക്കിണറ്റിലെ തവള എന്ന് പറയുന്ന അവസ്ഥകളുള്ള ഞണ്ടുകളുടെ കാര്യങ്ങൾ വ്യത്യാസമായിരിക്കും. ചിലപ്പോൾ അവര് കാണുന്നത് ഈ പറഞ്ഞ പോലെ വേറെ ഞണ്ടിനെയും കണ്ടിട്ടില്ല മീനിനെയും കണ്ടിട്ടില്ലാത്തൊരു ഞണ്ടിനെ നമ്മൾ ഒരു അക്വേറിയത്തിൽ വളർത്തി കഴിഞ്ഞാൽ ആ ഞണ്ടൊരിക്കലും ആകാശം കാണുന്നില്ല, അപ്പോൾ പറക്കുന്ന പക്ഷികളെ കാണുന്നില്ല. അപ്പോൾ ഈ മനുഷ്യനെ മാത്രം കാണുന്ന ഞണ്ടുകളപ്പോൾ ശരിക്കും പറഞ്ഞാല് ഒരു വേറെ രീതിയിൽ ചിന്തിക്കുമായിരിക്കും. അപ്പൊ അങ്ങനെ ഞണ്ടുകളെ പറ്റിയൊക്കെ പറയുമ്പോൾ ഞാൻ അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. അങ്ങനെ പല കാര്യങ്ങളും ഇവരുടെ കാര്യങ്ങൾ ചിന്തിക്കാനുള്ള വിഷയങ്ങളുണ്ട്. മാത്രമല്ല നമ്മള് ഇത്തരം ഇതൊക്കെ എന്താ ഇതൊന്നും നമുക്ക് താല്പര്യമില്ല. നോക്കട്ടെ, അത് വേറെ ഉണ്ട് കണ്ടന്റ് എന്നുള്ള ഞാൻ ഇപ്പഴാ ഒത്തിരി ഉണ്ടാകുന്നു. പക്ഷെ നമ്മുടെ ഭൂമി ഈ മേളിലും താഴെയുള്ള സാധനം മാറത്തില്ലല്ലോ, ഇല്ല. അപ്പൊ നമ്മുടെ മേളിൽ എന്നിട്ട് നമ്മൾ മേളിലോട്ട് നോക്കാൻ നേരത്ത് മേളിലാണല്ലോ സ്വർഗം, താഴെ നരകം എന്നാണല്ലോ പറയുന്നത്. അങ്ങനെയാണല്ലോ ഒരു തീരുമാനം. അപ്പൊ ഭൂമിയുടെ മേളിൽ പോയി നിന്നിട്ട് മേളിലോട്ട് നോക്കുമ്പോൾ നമ്മൾ സ്വർഗത്തിലോട്ടാണ് നോക്കുന്നത്. അതേ സമയം നമ്മൾ ഭൂമിയുടെ താഴെ വന്നിട്ട് മേളിലോട്ട് നോക്കുമ്പോൾ നമ്മൾ താഴോട്ടല്ലേ നോക്കുന്നത്. ഈ വിഷയം ഞങ്ങൾ സംസാരിച്ചിട്ടുള്ള കേട്ടോ. ഭൂമിയുടെ താഴെ നിൽക്കുന്നവര് മേളിലോട്ട് നോക്കാൻ നേരത്താണ് അവർക്ക് നരകം. അതെ അല്ലേ, അവർക്ക് താഴോട്ട് നോക്കാൻ സ്വർഗം. അതായത് സ്വർഗവും നരകവും എല്ലായിടത്തും ആപ്ലിക്കബിൾ അല്ല. ഭൂമിയുടെ സൈഡിൽ നിൽക്കുന്നവർ മേളിലോട്ട് നോക്കുമ്പോൾ സൈഡിലോട്ടാണ് നോക്കുന്നത്. ഒന്നുമില്ല, സ്വർഗമില്ല നരകമില്ല. താഴോട്ട് മേളിലോട്ട് എങ്ങോട്ട് വേണമെങ്കിലും നോക്കാം. അത് സൈഡിലോട്ട് നോക്കായിരുന്നു. അപ്പൊ അവർ സ്വർഗത്തിൽ പോകും, നരകത്തിൽ പോകും. സൈഡിലോട്ട് അറിയത്തില്ല. അപ്പൊ നമ്മുടെ നരകത്തില്ല. നമ്മളൊക്കെ എവിടെ നിന്നിട്ടും കാര്യം നരകത്തിന് പോകുന്നത്. നമ്മുടെ ഭൂമി കാക്കയുടെ കൂട്ടിൽ മുട്ടയിടുന്ന കുയിലിനെ പറ്റിയുള്ളത് കാക്കയുടെ കൂട്ടിൽ മുട്ടയിടുന്ന കുയിലിനെ പറ്റിയൊക്കെ ഒരു സംസാരിച്ചിട്ടുണ്ടാകും. ഇനി എനിക്ക് പറയാനുള്ളത്, ഈ പൂച്ച പൊന്നൊരുക്കുന്നിടത്ത് വരുന്ന കാര്യങ്ങളെ പറ്റി ഞങ്ങൾ പ്രാവശ്യം ഡിസ്കസ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ പട്ടിയുടെ വാല് കുഴലിടുന്നതിനെ പറ്റിയും അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ഒരുപാട് സംസാരങ്ങളൊക്കെ നമ്മൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇതിനകത്തിപ്പോ ഈ എന്താ പറയാ, കാക്കയുടെ കൂട്ടിൽ മുട്ടയിടുന്ന കുയിലിന് പേരന്റിങ്ങിന് എന്തോ പ്രശ്നമുള്ള കാര്യങ്ങളെ പറ്റി ഒരു ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വളരെ ശരിയായ കാര്യങ്ങളാണ്, വളരെ കാഴ്ചപ്പാടുകളും അതുപോലെ ചിന്താഗതി. ഇറസ്പോൺസിബിൾ പേരന്റ്, എന്റെ സംശയം ഒരിക്കലും അത് റെസ്പോൺസിബിൾ പേരന്റ് എന്നുള്ളതല്ല, അതൊരു അൺവാണ്ടഡ് പ്രഗ്നൻസി എന്നുള്ളതാകാനാണ് സാധ്യത എന്നാണ് എനിക്ക് ഇതിനകത്ത് കൂട്ടിച്ചേർക്കാനുള്ളത്. കാരണം മുട്ട ഇടുമ്പോഴാണ്, മുട്ട ഇടുന്നതിന് മുമ്പ് കുയിലിന് മുട്ട ഇടണമെന്നില്ലായിരുന്നിരിക്കാം. ആ വേണ്ടാത്തൊരു മുട്ടയിടൽ കൂടുതലും കുയിലുകൾക്ക് പ്രസവിക്കാൻ താല്പര്യമാണ്. അൺവാണ്ടഡ് പ്രഗ്നൻസിയുടെ ഒരു ആ സ്പീഷീസിന്റെ തന്നെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രഗ്നന്റ് ആകാൻ താല്പര്യമില്ലല്ലേ, കുട്ടികൾ വളർത്താൻ താല്പര്യമില്ല. പ്രഗ്നന്റ് ആവുന്നുണ്ടാവും, പക്ഷേ ആ കൊച്ചിനെ നമ്മൾ കളയുന്നുണ്ട്. ഇവിടെ ഒരു കൊച്ചിനെ കൊന്നതും എല്ലാ കൊച്ചുങ്ങളെ ഉപേക്ഷിക്കുന്നതും എന്റെ കാരണങ്ങൾ പറയുമ്പോൾ അത് അൺവാണ്ടഡ് പ്രഗ്നൻസിയാണ്. അതുമല്ലേ പോസ്റ്റ്മോർട്ടം പോലത്തെ എന്തോ ഒരു ഡിസോർഡർ ഈ കുയിലിന് എന്ന സ്പീഷീസിന് ആ ഒരു പ്രശ്നം ഉണ്ടാകാനും സാധ്യത ഉണ്ടെന്നുള്ളത് കൂടി ഞാൻ ഇവിടെ കൂട്ടിച്ചേർക്കുകയാണ്. എക്കണോമിക്കൽ സ്റ്റാറ്റസും ഫാമിലി പ്രോബ്ലംസ് ഒക്കെ അങ്ങനെയായിരിക്കും. എല്ലാ കമ്മ്യൂണിറ്റി മൊത്തം അങ്ങനെയാണെന്നാണോ പറയുന്നത്. കൊല്ലാണ് അതൊക്കെ എനിക്ക് സ്വന്തം കുട്ടി അല്ലാതെ സ്വന്തം കുട്ടിയെ പോലെ വളർന്ന കാക്കയുടെ കൂടെ. പക്ഷെ എനിക്ക് മനസ്സിലാത്ത വേറൊരു കാര്യം എന്താ വെച്ചാല്, ഇപ്പോ ഈ കുയിലെന്ന് പറയുന്ന ഈ പക്ഷി ഒരു ജനറ്റിക്കൽ ഡിസോർഡർ എന്ന രീതിക്ക് വല്ലതുമാണോ, അവരുടെ ഒരു അമ്മ അങ്ങനെ ചെയ്തു അതുകൊണ്ട് ഞാനും അങ്ങനെ ചെയ്യൂ എന്നുള്ളൊരു തീരുമാനത്തിലാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ എനിക്ക് വേറൊരു സംശയമുള്ളത്, കുയിലിന് കൂടുണ്ടാക്കാൻ അറിയില്ലേ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. കാരണം കൂടുണ്ടാക്കാൻ അറിയത്തില്ലേ, മുട്ടയിടുന്നത് ഒരു ബുദ്ധിമുട്ടാവും. എല്ലാ പക്ഷികൾക്കും കൂടുണ്ടാക്കാൻ അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് കുയിലിന്റെ ഒരു കഴിവ് കുറഞ്ഞ ഒരു രീതി, അത് കഴിവുകേടായിരിക്കാം. കുയിലെന്ന് പറയുന്ന ഈ പക്ഷിയുടെ ഒരു കഴിവുകേടാവാനാണ് സാധ്യത. അപ്പൊ കുയിലിന് മുട്ടയിടാൻ കൂടില്ലാത്തത് കൊണ്ട് കാക്കയുടെ കൂട്ടി കൊണ്ട് മുട്ടയിടുന്നു. എന്തുകൊണ്ടാണ് കാക്കയുടെ കൂട് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയുന്നത് മുട്ടയുടെ സൈസ് ഒക്കെ ഏകദേശം ഒരുപോലെ ആയതുകൊണ്ടാവാനും സാധ്യതയുണ്ട്. കുയിൽ നോക്കുമ്പോൾ കാക്കയുടെ മുട്ടയും കുയിലിന്റെ മുട്ടയും ഒരുപോലെ ഇരിക്കുന്നു എന്നുള്ളതായിരിക്കും. മാത്രമല്ല ഈ കാക്കയുടെ കുഞ്ഞും കുയിലിന്റെ കുഞ്ഞും ഏകദേശം അപ്പോൾ ഒരുപോലെ ആയിരിക്കും, അതിന്റെ രൂപസാദൃശ്യമൊക്കെ ഉണ്ടാവും. അപ്പോൾ കുയിലിന് ഒരിക്കലും നിർബന്ധമൊന്നും ഉണ്ടാകത്തില്ല ഈ കുഞ്ഞു വളരണമെന്നോ, അല്ലെങ്കിൽ കാക്ക അതിന് കുഞ്ഞുങ്ങളെ നല്ലപോലെ വളർത്തുന്നുണ്ടോ എന്ന്, കുയിൽ വേറെ എവിടെയെങ്കിലും നോക്കുന്നുണ്ടോ എന്നൊന്നും നമുക്കറിയത്തില്ല. ഇനി ഇതൊക്കെ വെറുതെ പറയുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇതുവരെ കുയിൽ കൊണ്ട് കാക്കയുടെ കൂട്ടി മുട്ട ഇടുന്ന കണ്ടിട്ടില്ല. അതുപോലെ തന്നെ കാക്ക കുയിൽ എന്ന് പറയുന്ന ഒരു സ്പീഷീസിനെ പറ്റി ഞാൻ കേട്ടിട്ടില്ല.
ഈ കുയില് എന്ന് പറയുന്ന ഈ ഈ അമ്മ മുട്ടയിടാൻ മാത്രം ഉള്ള ഒരു യന്ത്രമാണോ? അതിന് ഫീഡ് ചെയ്യുന്നതിൻ്റെ ആവശ്യമില്ല. ഭയങ്കര ലക്ഷറിയസ് ആയിട്ട് ജീവിക്കുന്ന ഒരു ജീവിയെ പോലെ. അതായത് സെക്സ് ഒക്കെ അവർ വളരെ ലിബറലാണ്, പക്ഷേ മുട്ട അത്ര ലിബറൽ അല്ല എന്നതുപോലെയുള്ള ചില കാര്യങ്ങളാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിച്ചത് തോന്നുന്നു. എനിക്ക് തോന്നുന്നതാണോ, നിങ്ങൾക്ക് തോന്നുന്നതാണോ, അവർക്ക് തോന്നുന്നതാണോ, എല്ലാവർക്കും തോന്നുന്നതാണോ, കുയിലിന് തോന്നുന്നത് നമുക്കറിയില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ കുയിലിന് എന്താണ് തോന്നുന്നത്? കുയില് എന്ന് പറയുന്ന ഈ അമ്മ മനസ്സ് തങ്ക മനസ്സ് മുറ്റത്തെ തുളസി പോലെ എന്ന് കേട്ടിട്ടില്ലേ? എന്ന് പറഞ്ഞാൽ ഈ അമ്മ കാണുന്നുണ്ടാവോ ദൂരെ നിന്നൊക്കെ ഇങ്ങനെ അമ്മ മനസ്സ് ആ കുട്ടിയെ കാക്ക വേണ്ടവണ്ണം നോക്കുന്നുണ്ടോ? പക്ഷേ എനിക്കൊന്ന് കുയിലിന് അറിയാമെന്ന് തോന്നുന്നു. പക്ഷെ കാക്ക എന്ന് പറയുന്നത് ജീവിയുടെ കാര്യമാണ്. കാക്കയ്ക്ക് എണ്ണം അറിയാത്ത ഒരു പക്ഷിയാണോ എന്നൊരു സംശയമുണ്ട്. ചില പക്ഷികൾക്ക് എണ്ണം അറിയാം, മുട്ടയുടെ എണ്ണം. അപ്പം കാക്ക ഇട്ട് മുട്ട ഇങ്ങനെ ഇട്ടിട്ട് 6 എണ്ണം എന്ന് പറഞ്ഞിട്ട് കാക്ക രാവിലെ പറഞ്ഞുകൊണ്ട് തിരിച്ചു വരുമ്പോൾ 7 എണ്ണം എന്ന് പറഞ്ഞാൽ കാക്ക എന്താ വിചാരിക്കുന്നത്? കാക്കയുടെ കെട്ടിയോ മറ്റേ അവനിട്ട മുട്ടയാണെന്ന് വിചാരിക്കുന്നുണ്ടോ? അതോ വേറെ കാക്ക വന്നിട്ടാലും ആ കാക്ക? പക്ഷെ പ്രശ്നം വരുന്നത് എനിക്ക് കാക്കയ്ക്ക് ആ മുട്ട കണ്ട് തിരിച്ചറിയാതെ ഏത് മുട്ട കുത്തി പൊട്ടിക്കണമെന്ന് അറിയാതെ വളർത്തുന്നതാണെന്ന് പറയുന്നത് എന്നിട്ട് പിന്നെ വലുതാകുമ്പോൾ അറിയത്തില്ലായിരിക്കും. മനസ്സിലായില്ലേ? അതും ഇനി ഇവര് ഇത് സ്ഥിരമായതുകൊണ്ട് ഇതൊരു സ്ഥിരം പരിപാടിയല്ലേ. കാക്കയ്ക്ക് അറിയാം കുയിൽ മുട്ടയിടുമെന്ന്. എന്തിനാട്ടെ കുയിലിന് മുട്ടയിട്ടിട്ട് എന്തായാലും കൊച്ചുങ്ങളൊക്കെ ഒരുപോലെ വളരട്ടെ എന്ന് എഴുതി കാക്ക അങ്ങ് വളർത്തുന്നതാണോ? നമുക്ക് കാക്കയുടെ മഹാമനസ്കതയാണോ എന്ന് പറയാൻ പറ്റില്ല. കാരണം കാക്കയാണ് ഏറ്റവും ഇന്റലിജന്റ് ആയിട്ടുള്ള ബേർഡ്. മനസ്സിലായോ? അപ്പോൾ ഏറ്റവും ഇന്റലിജന്റ് ആയിട്ടുള്ള ബേർഡിനെ പറ്റിക്കുന്ന കുയിൽ അതിലും ഇന്റലിജന്റ് ആണോ എന്നുള്ളത് നമുക്ക് സംശയം ഉണ്ടാവും. പക്ഷേ കാക്ക ഇന്റലിജന്റ് ആയതുകൊണ്ടാണ് ആ കുട്ടിയെ കൊല്ലാത്തത്, ആ മുട്ട കുത്തി പൊട്ടിക്കാത്തത്. ചിലപ്പോൾ കാക്കയ്ക്ക് അറിയായിരിക്കും. മനസ്സിലായി? കാക്കയ്ക്ക് അറിയാം ഈ കുയിലിനെ കൊണ്ടൊന്നും കൊള്ളത്തില്ല, ഈ കുയിൽ വൃത്തിയായിട്ട ജീവിയാണ്. അല്ലെ കുയിൽ എന്ന് പറയുന്ന ഈ പെണ്ണ് ഇതിന് പിള്ളേരെ വളർത്താനൊന്നും കൊള്ളത്തില്ല, വെറുതെ അതിനെ ഇവിടെ ഇട്ടില്ലെങ്കിൽ അത് വേറെ ഏതെങ്കിലും കുയിലിന്റെ അടുത്ത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ കുയിൽ ഇങ്ങനെയല്ല, അല്ലെങ്കിൽ വല്ല ഉപ്പന്റെ കൂട്ടിക്കൊണ്ടുപോയി മുട്ടയിട്ടാൽ അത് എങ്ങനെയായിരിക്കും എന്ന് പറയാൻ പറ്റില്ല, അതിന്റെ കുഞ്ഞുങ്ങള് മരണപ്പെടാൻ സാധ്യതയുണ്ട് എന്നൊക്കെ വിചാരിച്ചിട്ട് കാക്ക തന്നെ സ്വയം അത് എന്താ പറയാ ഏറ്റെടുക്കുന്നതാണോ നമുക്കറിയത്തില്ല. കാരണം ഇന്റലിജന്റ് ആണ് കാക്ക. കാക്ക ഈസ് ദ മോസ്റ്റ് ഇന്റലിജന്റ് ബേർഡ് ഓഫ് ദ യൂണിവേഴ്സ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ടൊക്കെ അവരാണ് സാധ്യതയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. പക്ഷെ ഇനിയും ഒരുപാട് ഞാൻ ഇതിനെപ്പറ്റിയൊക്കെ ഒരുപാട് ചിന്തിക്കുകയും അതുപോലെ തന്നെ പ്രബന്ധങ്ങൾ രചിക്കുകയും ഒരുപാട് തീസീസുകൾ, ഒരുപാട് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് പലതും ചെയ്യാറുള്ള ആളാണ്. എനിക്കൊരു ചാനലുണ്ടെന്ന് #CRO എന്ന് പറയുന്നത്. #ൽ കാക്ക എന്ന് തൂറുന്നു, അതാണ് നമ്മുടെ ലോഗോ. പലരും ചോദിച്ചു ഈ #, കീറിയാണോ? ഞാൻ #ന്റെ അവിടെ അങ്ങനെ ഒടിഞ്ഞു പോയതല്ല, അല്ലെ വിള്ളൽ വീണതല്ല, അത് കാക്ക തീട്ട ഇങ്ങനെ ഒലിച്ചിറങ്ങിയപ്പോൾ ആ ഒരു ഇത് ആയതാണെന്നാണ്. അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ കാക്കയെ പറ്റിയും കുയിലിനെ പറ്റിയൊക്കെ നമുക്ക് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. ഇതിനെപ്പറ്റി ഒരു റിസർച്ച് നടത്തുന്ന ഒരു സ്കോളർ എന്ന നിലയ്ക്ക് ഞാൻ ഇത്രയും കാര്യങ്ങൾ കണ്ടെത്തിയിരുന്നു. ഇവരിപ്പോൾ കുറെ കൂടെ കാര്യങ്ങൾ റെസ്പോൺസിബിൾ പേരന്റിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ വേറൊരു പ്രശ്നം ഇതിനപ്പുറത്തോട് ചിന്തിക്കാൻ കഴിയുന്നത് പറയുന്നത് എല്ലാ കുയിലിനും ഒരു ചൈൽഡ്ഹുഡ് ട്രോമ ഉണ്ടായിരിക്കും. കാരണം അത് വളരുന്നത് വേറെ ഏതോ ഭാഷ സംസാരിക്കുന്ന ഒരു സ്പീഷീസിന്റെ കൂടെയും ആയതുകൊണ്ട് തന്നെ ഈ കുയിലപ്പോൾ എത്ര മുട്ടയിടും? കുയിൽ ഒരു മുട്ട ഇടത്തുള്ളൂ. ഇതിനെക്കുറിച്ച് ഭയങ്കര കൺഫ്യൂഷൻ ആയല്ലോ. കുയിലിന് ഒരു 5 മുട്ട ഇടണമെന്നുണ്ടെങ്കിൽ ഓരോ ദിവസം കുയിൽ ഓരോ കൂട്ടിക്കൊണ്ടിടുമായിരിക്കൂ. ഇതെല്ലാം എങ്ങനെ ഒരു സമയത്ത് മുട്ട ഇടാൻ റെഡി ആവുന്നത്? കാക്ക മുട്ട ഇടുന്ന അപ്പൊ അങ്ങനെയാണെങ്കിൽ കാക്ക കൂട് കെട്ടുന്ന സമയത്തായിരിക്കും കുയിൽ പോയി മെയ്റ്റ് ചെയ്തിട്ട് കൂട് കെട്ടി മുട്ട ഇടുന്നത്. ശരിയാ. കാക്ക ഇന്നൊരു മുട്ട ഇട്ടാൽ 2 മുട്ട ഇട്ട് 3ാമത്തെ മുട്ട ഇട്ട് കഴിയുമ്പോൾ 4ാമത്തെ മുട്ട കുയിലിടും, പിന്നെ 5ാമത്തെ മുട്ട കാക്ക ഇടും, പിന്നെ ഒരു മുട്ടയും കൂടെ കുയിലിടും, പിന്നെ അടുത്ത കൂട്ടിക്കൊണ്ട് വീണ്ടും കുയിൽ മുട്ട ഇടും. കുയിൽ എത്ര മുട്ട ഇടും എനിക്കറിയത്തില്ല. കുയിലിന്റെ പോപ്പുലേഷൻ കുറച്ച് കുറവാണ്. എനിക്ക് തോന്നുന്നു കുയിൽ 2 മുട്ടയൊക്കെ ഒരു കൂട്ടിലിട്ട് കാക്കയെ കൊണ്ട് പണിയെടുപ്പിക്കാറുള്ളൂ എന്നാണ് തോന്നുന്നത്, അല്ലേ? അങ്ങനെ ആവാനാണ് സാധ്യത. കാരണം കുയിൽ ഒരുപാട് മുട്ടയിടുന്ന ഒരു പക്ഷിയാണെങ്കിൽ അത് കാക്കയ്ക്ക് പിന്നെ കുഞ്ഞുങ്ങളെ വളർത്താൻ പറ്റാതെ വരും. കാരണം ഒരു കാക്ക കൊണ്ട് നടന്ന് ഈ തീറ്റയെല്ലാം കൂടെ കൊണ്ടുവന്ന് കാക്ക കരഞ്ഞോണ്ടിരിക്കുന്നതിന്റെ വായിക്കകത്തോട്ട് കുത്തി കയറ്റുന്നത് ഭയങ്കര ടാസ്ക് ആയിരിക്കും. അപ്പൊ അതിനകത്ത് ചിലപ്പോൾ കാക്ക കുഞ്ഞുങ്ങൾ മരിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ കുയിലിന് കുഞ്ഞ് മരിക്കാൻ സാധ്യതയുണ്ട് ഫുഡ് കിട്ടാതെ. അങ്ങനെ വരുമ്പോൾ എൻ്റെ ഒരു സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന ഒരു രീതിയിൽ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ പ്രകൃതി തന്നെ കുയിലിന്റെ പോപ്പുലേഷൻ കുറഞ്ഞിരിക്കുന്നതിന്റെ കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് കുയിൽ വളരെ കുറച്ച് മുട്ടയിടുന്നു എന്നുള്ളതാണ്. അതും ഈ കുയിൽ മെയ്റ്റ് ചെയ്യുന്നത് ഉറപ്പായിട്ട് ഒരു കാക്ക കൂട് കെട്ടി കഴിഞ്ഞിട്ടായിരിക്കും. പക്ഷെ എനിക്ക് അറിയാവുന്ന വേറെ കാര്യം ഞാൻ പറയാം. കാക്കകൾ വെറുതെ കൂട് കിട്ടാറുണ്ട്. നമ്മൾ ഈ മനുഷ്യൻ വീട് വെക്കുന്ന പോലെ കാക്ക മുട്ടയിടാനൊന്നും അല്ല കൂട് കിട്ടുന്നത്. എൻ്റെ വീഡിയോ ഒന്നും കിടപ്പുണ്ട്. എൻ്റെ വീടിന്റെ ജനലിൽ കൂടെ നോക്കിയപ്പോൾ ഞാൻ കാക്ക കൂട് കിട്ടുന്നു. ഞാനതിപ്പോൾ മുട്ടയിടും കൊച്ചുങ്ങളെ കാണാൻ വീഡിയോ എടുത്ത് തുടങ്ങി. 1 വർഷമായിട്ടും കാക്ക മുട്ടയിട്ടില്ല. കാക്ക വെറുതെ വന്ന് അവിടെ വൈകുന്നേരം ചില്ലാതിരിക്കുന്നത് 1-2 കാക്ക വന്നിരിക്കുന്നത്, ഒരു ചെറുക്കനും ഒരു പെണ്ണും. അവർക്ക് അവിടെ ഇരിക്കണം, അവർക്ക് ചുമ്മാ കിടക്കണമെന്ന് തോന്നുന്നു. കൂട്ടി കയറി ഇരിക്കുക. അതെന്ത് പരിപാടിയാണെന്ന് എനിക്ക് മനസ്സിലായി. വെറുതെ കൂട് കൂട്ടും അല്ലേ? കാക്ക കൂട് കൂട്ടുന്നുണ്ട്. അപ്പൊ അത് തെറ്റിച്ചിട്ട് പോലും അല്ല ഈ പറഞ്ഞ നമ്മുടെ എന്താ പറഞ്ഞത് മറ്റേ കുയില്, കാക്കയും കുയിലും കണ്ടോ. കരണ്ട് പോയി. ഒരുപാട് പ്രാവശ്യം കരണ്ട് പോകുന്നുണ്ട്. എന്ത് ചെയ്യാനല്ലേ?
ഭരണമൊക്കെ മാറിയപ്പോ സ്ത്രീകൾക്കൊക്കെ സൗജന്യ യാത്ര എന്നൊക്കെ പറഞ്ഞപ്പോ കുറെ പേര് കൈയും കൊട്ടി ബസ്സേ കയറി പോകുന്നുണ്ടാന്ന്. വീണ്ടും വന്നോ, ഇത് വേറെന്താ പ്രശ്നം. എന്നാലും അവരൊക്കെ കൂടെ ഒന്ന് ആലോചിക്കണം കേട്ടോ. ഈ പവർ കട്ട് വന്നപ്പോ എങ്ങനെയുണ്ട്, സുഖമുണ്ടോ? ബസ്സേ കയറുന്ന സുഖം പവർ കട്ടുള്ളപ്പോ കിട്ടത്തില്ലെന്ന്. ഇതിലാട്ടെ. അപ്പൊ വീണ്ടും നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ കാക്കയുടെ മുട്ട, കുയിലിന്റെ മുട്ട, പക്ഷെ കാക്കയും കുയിലും ഒരേ ഫുഡ് കഴിക്കുന്ന ജീവികളാണോ? എനിക്കറിയത്തില്ല കേട്ടോ. ഇതൊക്കെ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ് ഈ സ്റ്റോറി. ഉള്ളതാണോ എന്ന് എനിക്കിപ്പോ സംശയമുണ്ട്. കാക്കയുടെ കൂട്ടി കുയില് മുട്ട ഇടുന്നൊക്കെ പറഞ്ഞ് കുയിലിനെ വെറുതെ നമ്മുടെ നാട്ടുകാരെ അതൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. കള്ളന്മാരെ കള്ളക്കഥയൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്ന രാജ്യവും കൂടെ ഇന്ത്യ. ഇവിടെ ഒരുപാട് കള്ളത്തരങ്ങളുണ്ട്. ആനയുടെ തലയുള്ള മനുഷ്യൻ, മറ്റേ പുലിയുടെ പാല് കറന്നെന്നൊക്കെ പറഞ്ഞ കഥയൊക്കെ ഉള്ള, മറ്റേ 10 തലയുള്ള മനുഷ്യനുണ്ടെന്നൊക്കെ പറയുന്ന പോലെ കഥയൊക്കെ പറയുന്നവരാ. അതുകൊണ്ട് നമുക്ക് ഇതിനെ അത്ര പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല. അതായത് ഇവരുടെ വീഡിയോസ് ഒക്കെ മുഴുവൻ കാണണം, നല്ല രസമുണ്ട്. കുറച്ച് കോമഡിയൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്യാം, ജസ്റ്റ് ഫോർ ഫൺ. പിന്നെ ഇതുപോലത്തെ എനിക്ക് തോന്നുന്നു ഇവരും റിസർച്ചോ ഡെവലപ്മെന്റോ സ്റ്റഡിയോ അല്ലെങ്കിൽ തീസീസോ സ്പീഷീസോ അല്ലെങ്കിൽ PhD ഡോക്ടറേറ്റോ ഏതാണ്ടൊക്കെ എടുക്കാനുള്ള പരിപാടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നെ പോലെ ഞാനും അതിനുള്ളൊരു പ്രയത്നത്തിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള ചിന്തകൾ വരുന്ന മറ്റൊരു സുഹൃത്ത് എനിക്കുണ്ട്. ഒന്നല്ല, കുറച്ച് സുഹൃത്തുക്കളുണ്ട്. ഞങ്ങളിങ്ങനെ ഇടയ്ക്കിരിക്കുമ്പോൾ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, പക്ഷെ പറയാറില്ല. ആരും പരസ്പരം പറയാതെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ ചിന്തിക്കുന്നു കാക്കയെ പറ്റി, അയാളവിടെ വണ്ടിനെ പറ്റി, തൊട്ടപ്പുറത്തിരിക്കുന്ന ആൾ കൊക്കിനെ പറ്റി, ചിലർ ചിമ്പാൻസിയെ പറ്റിയൊക്കെ ചിന്തിക്കുന്നുണ്ടായിരുന്നു എന്ന് പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ചു. അത് ഞങ്ങൾ പറയുന്നില്ലെന്നേ ഉള്ളതാണ്. ഞങ്ങൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇത് പറയത്തില്ല. പക്ഷെ ഇവർ പറയുന്നവരാണ്. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. അതിന്റെ വീഡിയോ എടുത്തിരുന്നുണ്ട്. പിന്നെ അവർ തലയിൽ എന്തോ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ വെച്ചുകൊണ്ട് പുറത്തൊക്കെ ഇറങ്ങി നടന്നാൽ വല്ലതും തല ഇതിങ്ങനെ പൊക്കും. അതാ കുഴപ്പം. ഞാൻ പണ്ടിങ്ങനെ ആലോചിച്ച മാസ്കിനെ പറ്റി. പക്ഷെ ഇവന്മാർ മാസ്ക് പൊക്കും. ഹെൽമെറ്റ് നല്ല, ഹെൽമെറ്റ് പിടിച്ച് പറിച്ച് തുറക്കാൻ പറ്റത്തില്ല പെട്ടെന്ന്. ഒരു പ്രത്യേക ഹെൽമെറ്റ് വെച്ചുകൊണ്ട് നിന്ന രസമാണ്. മാസ്ക് മാൻ എന്ന് പറഞ്ഞാൽ പണ്ട് ഞങ്ങൾ ഒരെണ്ണം ചെയ്താ, പക്ഷെ അത് വേറെ ആളെ കൊണ്ടാ വീഡിയോ ചെയ്യിപ്പിച്ചത്. അതൊക്കെ 2020 പക്ഷെ അത് ഈ പറയുമ്പോൾ ചെയ്തില്ല. ഇത് കൊള്ളാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ചെയ്യാനാളില്ലെന്നേ. ഈ മാസ്ക് വെച്ച് ഇനിയുണ്ട് പരിപാടി. അങ്ങനെയൊക്കെ വല്ല വെറൈറ്റി കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ട് ഒരാൾക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ചെറിയ ടാക്ടിക്സ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് റീച്ചൊക്കെ ആക്കി എടുക്കാൻ പറ്റുന്ന രീതിയിൽ പലതും ചെയ്യാൻ പറ്റും. ഒരുത്തൻ മാസ്ക് വെച്ചോണ്ട് ഇന്ത്യയിൽ എവിടെയോ ഒരുത്തനുണ്ട്, ഭയങ്കര മാസ്കാ. പക്ഷെ നല്ലൊരു മാസ്കാ. ഇവിടെ മാസ്ക് വെച്ചോണ്ട് എടുത്ത് നിന്ന് എന്തൊക്കെ പറയുന്നുണ്ട്. ആരാന്ന് എനിക്കറിയത്തില്ല. എനിക്ക് വേറെ ആളെ അറിയാം, ഒരു ബാറ്റ്മാൻ അറിയാം. പക്ഷെ ബാറ്റ്മാൻ ഇപ്പൊ വീഡിയോ ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു. എന്തോ ആർക്കറിയാം. പിന്നെ എൻ്റെ ഒന്നും പരിപാടിക്ക് മാസ്ക് പറ്റത്തില്ല. നമ്മൾ നേർക്ക് നേർ, ഫേസ് ടു ഫേസ്, അതല്ലേ പറ്റത്തുള്ളൂ. അപ്പൊ ശരി.